അപ്പൊ ഗ്രൂമൊക്കെ അവിടെ നിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു അസുഖമുണ്ട്. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ല, ഒട്ടും സെറ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ച ഒരു പ്രൊഡക്റ്റാണ് പിന്നീട് നിങ്ങളുടെ ഒരു ഫേവറേറ്റ് പ്രൊഡക്റ്റ്. അങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നതാണ് നിങ്ങൾ എന്നെ കാണുന്നത്. ഞാൻ ഈ ഇലുമിനേറ്റർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ മാറ്റി വെച്ചാണ്. അതിൻ്റെ ഗ്ലോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പം ഇനി നമ്മളൊരു ഫുൾ ഗ്ലാം ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മീഡിയം കവറേജ് ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തു. അതിന് ശേഷം കൺസീലർ ഇട്ട് അണ്ടർ ഐസ് ഫുൾ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഈ ലുക്കിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഐ ലുക്കാണ് ഗൈസ്. അപ്പം ഞാനിത് സ്മോക്കി ബോൾഡ് ഐസ് ആണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഞാൻ അങ്ങനെ ബ്യൂട്ടീഷ്യനൊന്നും അല്ല കേട്ടോ. ഞാൻ കാണുന്ന വീഡിയോസും ചെയ്യുന്ന മേക്കപ്പും വെച്ചിട്ടാണ് ഞാൻ ഈ ലുക്സൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ അടുത്തത് ഞാൻ എൻ്റെ ഐബ്രോസ് ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓൾസോ മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് ദെൻ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പാർട്ട് ഓഫ് മൈ മേക്കപ്പ് റൊട്ടീൻ എന്ന് പറയുന്നത് ബ്ലഷ് ഇടുക എന്നുള്ളതാണ്. സോ ഒട്ടുമിക്ക Y2K കിഡ്സിനും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ സോറി Y2K അല്ല 2K. എന്നിട്ട് ഞാൻ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയും ലിപ്പ് ലൈനർ. അപ്പോൾ ഈ ലിപ്പ് ലൈനർ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ചേച്ചിക്ക് വേറെ ലിപ്പ് ലൈനർ ഒന്നും ഇല്ലേ? ഇത് മാത്രമാണല്ലോ എല്ലാ വീഡിയോസിലും ഇടുന്നത്. അതെ ഗൈസ്, എനിക്ക് ഈ ഒരു ലിപ്പ് ലൈനർ മാത്രമേ ഉള്ളൂ. അതിൻ്റെ എൻ്റെ ഫേവറേറ്റ് ലിപ്പ് ലൈനറാണ്. ഇറ്റ്സ് ഫ്രം എസൻസ്. ഓൾസോ ഞാൻ സൈഡിൽ ഇച്ചിരി ഹൈലൈറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് ദെൻ ലിപ്പ് ഗ്ലോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലിപ്പ് ഗ്ലോസ് ഈ ഒരു ലുക്കിൻ്റെ ഒരു ഗെയിം ചേഞ്ചർ എന്ന് തന്നെ പറയാം കേട്ടോ. എന്നിട്ട് ഞാൻ അണ്ടർ ഐസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക്. എന്തൊക്കെയോ കുറവില്ലേ? അപ്പം ഞാനിപ്പോൾ വരാം. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ഫൈനൽ ലുക്ക്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു ജാക്കറ്റ് ആണെങ്കിലും മൊത്തത്തിലുള്ള ലുക്ക് ആണെങ്കിലും കഴിഞ്ഞിട്ടില്ല ഫാഷൻ ഷോ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ കംപ്ലീറ്റ് ലുക്ക്. ഞാൻ ഇങ്ങനെയായിരുന്നു പുറത്ത് പോയത്. അന്ന് പോയ ദിവസം എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ആയ സനയ്ക്ക് ഒരു ഹ്യൂജ് ഷൗട്ട് ഔട്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു സപ്പോർട്ട്.